Hello students, the last topic in web mining is web usage mining. Web usage ആദ്യം നമ്മൾ പറഞ്ഞു web content mining പറഞ്ഞു, then next നമ്മൾ web structure mining പറഞ്ഞു, last web usage mining. Web usage mining means it performs mining on the web usage data on the web logs. Web usage data അല്ലെങ്കിൽ web ഹിസ്റ്ററിയിലൊക്കെ ആയിരിക്കും നമ്മൾ മൈൻ ചെയ്യുന്നത്. Web log means it is a listing of page reference data and sometimes it is also referred as clickstream data. Clickstream data എന്ന് പറയാൻ കാരണം നമ്മൾ മൗസിൽ വെച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓരോ പേജിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈച്ച് എൻട്രി കറസ്പോണ്ട്സ് ടു എ മൗസ് ക്ലിക്ക്. അതുകൊണ്ടാണ് ക്ലിക്ക് സ്ട്രീം ഡേറ്റ എന്ന് പറയുന്നത്. അതായത് മൗസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്ട്രീം ചെയ്തെടുക്കുന്ന ഡേറ്റ. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് വെബ് യൂസേജ് മൈനിങ്? അതായത് യൂസേജ് ഡേറ്റ മൈൻ ചെയ്യുന്നത് കൊണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിനകത്ത് നമ്മൾ പറഞ്ഞു. പേഴ്സണലൈസേഷന് ഒരു യൂസർ ഏതൊക്കെ പേജ് വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ ഒരു യൂസർ ഫ്രീക്വൻ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന പേജിൻ്റെ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഫ്രീക്വൻറ്റ് പേജ് ഒരു ആഡായിട്ട് ആ യൂസറിന് പിന്നെ കിട്ടുന്നത്, ഇല്ലേ? സോ വെബ് യൂസേജ് മൈനിങ് വഴി നമുക്കൊരു യൂസർ ഫ്രീക്വൻ്റായിട്ട് ആക്സസ് ചെയ്യുന്ന പേജസിനെ അയാളെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഫ്രീക്വൻ്റായിട്ട് ആക്സസ് ചെയ്യുന്ന പേജസ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് പേഴ്സണലൈസേഷൻ നമുക്ക് ഇതിനകത്ത് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഒരു യൂസർ ഫ്രീക്വൻ്റായിട്ട് ആക്സസ് ചെയ്യുന്ന പേജസ് നോക്കിക്കഴിഞ്ഞാൽ ആ പേജസ് നിന്നുള്ള ഫ്രീക്വൻ്റ് ആക്സസ് പേജസിനെ ഒരു ആഡായിട്ട് നമ്മുടെ യൂസറിന് പിന്നെ എപ്പോഴെങ്കിലും അയാൾ ഒരു പേജിൽ കയറുമ്പം ആഡായിട്ട് കൊടുക്കാം. അപ്പോൾ പേഴ്സണലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഈസ് ഇൻഫർമേഷൻ കൺസേണിങ് ഫ്രീക്വൻ്റ്ലി ആക്സസ് പേജസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്യാഷിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ കോമൺ ആക്സസ് ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരുപാട് പേര് നോക്കുന്ന സൈറ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ആക്സസിങ് ഏത് പേജസിലോട്ടാണോ വരുന്നത് ആ ഒരു ആക്സസ് ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സൈറ്റിൻ്റെ ആക്ച്വൽ ഡിസൈനും മോഡിഫിക്കേഷൻസും ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ്, the main use is it can be used to gather business intelligence to improve sales and advertisement improve ചെയ്യാനും നോക്കാം. അതായത് ഒരു വെബ് യൂസേജ് ഡേറ്റ, അതായത് ഒരാൾ ഏതൊക്കെ പേജാണ് ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്, അവരത് എങ്ങനെ ആക്സസ് ചെയ്യുന്നു, അതിനെയൊക്കെ ബേസ് ചെയ്ത് ഈ കിട്ടുന്ന ഇൻഫോർമേഷനെ വെച്ചിട്ട് നമുക്ക് പേഴ്സണലൈസേഷൻ ഹെൽപ്പ് ചെയ്യാം, ഓവറോൾ പെർഫോമൻസ് കൂട്ടും, ക്യാഷിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും, സൈറ്റിന് മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ബിസിനസ് ഇൻ്റലിജൻസ് എല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് 3 ആക്ടിവിറ്റീസാണുള്ളത്. ദ വെബ് usage mining consisting of 3 activities. First one is pre-processing activities. നമ്മൾ ഡേറ്റ മൈനിങ്ങിനകത്ത് ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റേനെ മൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഫോർമാറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയും വെബ് യൂസേജ് മൈനിങ്ങിലും ഫസ്റ്റ് ആക്ടിവിറ്റി പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ വി ആർ റീഫോർമാറ്റിംഗ് ദ വെബ് ലോഗ് ഡേറ്റ ബിഫോർ പ്രോസസ്സിംഗ്. വെബ് ലോഗ് ഡേറ്റനെ റീഫോർമാറ്റ് ചെയ്യുന്നു. ദെൻ പാറ്റേൺ ഡിസ്കവറി മീൻസ് ഹിഡൻ പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അനലൈസ് ചെയ്ത പാറ്റേൺസിനെ ഹിഡൻ പാറ്റേൺസിനെ ഡിസ്കവർ ചെയ്യുക. ആ ഡിസ്കവർ ചെയ്ത പാറ്റേൺസിനെ നമ്മൾ അനലൈസ് ചെയ്യുക. സോ ഫസ്റ്റ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്രീ പ്രോസസ്സ് ചെയ്യുക, ദെൻ ഹിഡൻ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക. ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ വെബ് യൂസേജ് മൈനിങ്. ഇപ്പോൾ ഈ 3 ആക്ടിവിറ്റീസ് എന്താണെന്ന് പഠിക്കണം. സോ അതിന് മുമ്പ് ഈ വെബ് യൂസേജ് മൈനിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ഇഷ്യൂസാണ്. നമുക്കൊരു എക്സാക്റ്റ് യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇറ്റ്സ് ആൻ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ എക്സാക്റ്റ് യൂസർ ഈസ് നോട്ട് പോസിബിൾ. ദെൻ ഫ്രം ദ ലോഗ് വെച്ചിട്ട് മാത്രം നമുക്ക് കറക്റ്റായിട്ട് യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ദ എക്സാക്റ്റ് സീക്വൻസ് ഓഫ് പേജസ് അതും ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ മെനി സെക്യൂരിറ്റി, പ്രൈവസി ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആൾസോ. ഫസ്റ്റ് പ്രീ പ്രോസസ്സിംഗ് എന്തായിരിക്കും? നമുക്ക് the web usage log is not in a format that is usable for mining application, so we have to reformat and cleanse. അതായത് നമുക്ക് ആവശ്യമുള്ളൊരു ഫോമാറ്റിലായിരിക്കില്ല, അതുകൊണ്ട് ആ പർട്ടിക്കുലർ ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് it includes cleansing, user identification, session identification, path completion and finally formatting. അതായത് നമ്മൾ യൂസേജ് ഡേറ്റ മൈൻ ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് വരുന്ന യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, യൂസർ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസർ ആക്സസ് ചെയ്യുന്ന സെഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യുക, ലാസ്റ്റ് ഫോമാറ്റ് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഇപ്പോൾ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അപ്പം ഈ യൂസർ ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റ് യൂസർ ഐഡൻറ്റിഫിക്കേഷൻ പറ്റാത്തതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്,
User identification is complicated by the use of proxy servers, then client-side caching and corporate firewalls. നമ്മൾ proxy servers യൂസ് ചെയ്യുന്നു, ഫയർവാൾസ് യൂസ് ചെയ്യുന്നു, client-side caching ഒക്കെ വരുന്നത് കൊണ്ടാണ് യൂസറിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് in identifying the actual sequence of the pages accessed by the user. യൂസർ ആക്സസ് ചെയ്യുന്ന പേജസിൻ്റെ സീക്വൻസ് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില കേസസിൽ പേജസ് മിസ്സാവാം. ദെൻ നമുക്ക് ചില ടെക്നിക്സ് യൂസ് ചെയ്തിട്ട്, അതായത് പാത്ത് കംപ്ലീഷനൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പേജസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മിസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്, പ്രീ പ്രോസസ്സിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കറക്റ്റായിട്ട് യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. ഇനി പേജസ് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെഷൻസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിലും ചില പ്രോബ്ലംസ് ഉണ്ട്. പാത്ത് കംപ്ലീഷൻ വരെ പേജസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ഫില്ല് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫോർമാറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഡേറ്റ സ്ട്രക്ചർ. ഇതിൽ നമ്മൾ ഡേറ്റാനെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ഡേറ്റ സ്ട്രക്ചറാണ് ട്രൈ. ട്രൈ ഡേറ്റ സ്ട്രക്ചർ മീൻസ് ഇറ്റ്സ് എ റൂട്ടഡ് ട്രീ. ഇത് റൂട്ടഡ് ട്രീ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ റൂട്ട് ആൻഡ് ഫ്രം ദ റൂട്ട് ടു എ ലീഫ് ഇറ്റ് ഡിസ്ക്രൈബ്സ് എ സീക്വൻസ്. റൂട്ടിൽ നിന്ന് ലീഫിലോട്ട് ഒരു സീക്വൻസ് ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ റൂട്ടിൽ നിന്ന് ലീഫിലോട്ടുള്ള സീക്വൻസ് ആണ് കാറ്റഗറി. അതുപോലെ ഇവിടെ ഈ റൂട്ടിൽ നിന്ന് ഈ ലീഫിലോട്ടുള്ള സീക്വൻസാണ് എബോട്ട്. അപ്പോൾ ദെൻ രണ്ട് നോട്ട്സിനിടയ്ക്കുള്ള എഡ്ജസിലായിരിക്കും നമ്മളിവിടുത്തെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ക്യാരക്ടർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് സീക്വൻസ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്തും കൂടും. ട്രീയുടെ ലെങ്ത്ത് കൂടുമ്പോൾ വേസ്റ്റേജ് ഓഫ് മെമ്മറി ആയിരിക്കും. സോ ട്രീ ഈസ് എ റൂട്ടഡ് ട്രീ. പാത്ത് ഫ്രം റൂട്ട് ടു എ ലീഫ് നോട്ട് റെപ്രസെൻറ്റ്സ് എ സീക്വൻസ്. It is used to store strings and each character is stored on the edge of the node. Each character is stored on the edge, and the problem is the most space required for the large strings. This wastage of space is solved by compressing the nodes together when they have a degrees of 1, and that compressed tree is called a suffix tree. അപ്പോൾ ഇവിടെ സീക്വൻസിൻ്റെ അല്ലെങ്കിൽ സ്ട്രിങ്സിൻ്റെ ലെങ്ത് കൂടുമ്പോൾ നമ്മുടെ ട്രീയുടെ സൈസ് കൂടും. അത്ര മെമ്മറി വേസ്റ്റേജ് ആണ്. അവോയ്ഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് കുറേ അടുത്തിട്ടുള്ള കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കുറേ നോട്ട്സിന് ഡിഗ്രി 1 ആണെങ്കിൽ അതിനെല്ലാം നമുക്ക് ഒരൊറ്റ സീക്വൻസ് ആയിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം ഡിഗ്രി 1 ആയിട്ടുള്ളതാണ്. സോ അതിനെല്ലാം കൂടെ നമുക്ക് കംപ്രസ് ചെയ്ത് ഒരൊറ്റ നോഡായിട്ട് എടുക്കാം, എബോട്ട്. അപ്പോൾ അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടം വരെ ഡിഗ്രി 1 ആണ്. സോ അതിനെ നമുക്ക് കാറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഇവിടം മുതൽ ഇവിടം വരെ ഡിഗ്രി 1 ആണ്. സോ ഇഗ്രി എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യും. കണ്ടോ, കാറ്റ് ഇഗ്രി. അപ്പോൾ ഇതാണ് സഫിക്സ് ട്രീ. അപ്പോൾ സഫിക്സ് ട്രീയുടെ കേസിൽ എന്തായിരിക്കും, ഒരു റൂട്ട് നോഡ് കാണും. ഇൻറ്റേർണൽ നോട്ട്സിൻ്റെ എല്ലാം ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് സഫിക്സ് ട്രീ, each internal node except the root node having degree 2, that means it consists of 2 children and each edge represents a sequence. ട്രൈ ആദ്യം നമ്മൾ പറഞ്ഞ ട്രൈക്കകത്ത് ഓരോ എഡ്ജും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെയായിരുന്നു. സഫിക്സ് ട്രൈയുടെ കേസിലാണെങ്കിൽ ഓരോ എഡ്ജും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസിനെയാണ്. ആൻഡ് ദ സബ് സീക്വൻസ് റെപ്രസെൻറ്റഡ് ബൈ സിബ്ലിംഗ് എഡ്ജസ് ബിഗിൻ വിത്ത് ഡിഫറെൻറ്റ് സിമ്പിൾസ്. അതായത് സിബ്ലിംഗ് എഡ്ജസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഇതും സിബ്ലിംഗ് എഡ്ജാണ്. അത് ഡിഫറെൻറ്റ് സിമ്പിൾ കൊണ്ടിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ സ്ട്രിങ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി ഈസ് പാറ്റേൺ ഡിസ്കവറി. പാറ്റേൺ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ട്രാവേഴ്സ് ചെയ്തിട്ട് ഹിഡൻ ആയിട്ടുള്ള പാറ്റേൺസിനെ ഡിസ്കവർ ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് ആ പാറ്റേണിനെ നമ്മൾ അനലൈസ് ചെയ്യുക. അതായത് നമ്മൾ ഇൻഫോർമേഷൻസിനെല്ലാം അതിനകത്ത് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇൻഫോർമേഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ ചില പാറ്റേൺസ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ഇൻഫോർമേഷൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പാറ്റേൺ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡിംഗ് ലാംഗ്വേജാണ് മിൻറ്റ്. സോ ഇത്രയാണ് വെബ് യൂസേജ് മൈനിങ്ങിനകത്ത് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് വെബ് മൈനിങ്. ദെൻ വെബ് മൈനിങ്ങിനകത്ത് വരുന്ന വെബ് ഡേറ്റ എന്തൊക്കെയാണ്, വെബ് മൈനിങ്ങിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടാസ്ക്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വെബ് കണ്ടൻറ് മൈനിങ്. വെബ് കണ്ടൻറ് മൈനിങ്ങിനകത്ത് വരുന്നതാണ് വെബ് ക്രോളിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോളർ, ഫോക്കസ്ഡ് ക്രോളർ, ദെൻ കോൺടെക്സ്റ്റ് ഫോക്കസ്ഡ് ക്രോളർ, ഹാർഡ്വെയർ സിസ്റ്റം, വെർച്വൽ വെബ് വ്യൂ എന്താണ്, MLTP എന്ന ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നു. അത് പ്രൊവൈഡ് ചെയ്യുന്ന വ്യൂ ആണ് വെർച്വൽ വെബ് വ്യൂ. അവിടെ യൂസ് ചെയ്യുന്ന കുറേ ലാംഗ്വേജ് ആണ് WebML. ദെൻ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് എന്താണ്, വെബ് സ്ട്രക്ചർ മൈനിങ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സ് ആണ് പേജ് റാങ്ക്, ദെൻ ക്ലവറിനകത്ത് നമ്മൾ പേജസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അതോറിറ്റേറ്റീവ് പേജസ്, ഹബ് പേജസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന
അൽഗോരിതമാണ് ഹിറ്റ്സ്. ലാസ്റ്റ് വെബ് യൂസേജ് മൈനിങ്. വെബ് യൂസേജ് മൈനിങ്ങിനകത്ത് വെബ് ബ്ലോഗ് അല്ലെങ്കിൽ വെബ് യൂസേജ് ഡേറ്റ ആയിരിക്കും നമ്മൾ മൈൻ ചെയ്യുന്നതിനകത്ത് 3 ആക്ടിവിറ്റീസ് ഉണ്ട്. പ്രീ പ്രോസസ്സിംഗ്, പാറ്റേൺ ഡിസ്കവറി ആൻഡ് ആഫ്റ്റർ ഫൈനലി അനലൈസിങ് ദ ഡിസ്കവേർഡ് പാറ്റേൺസ്. അതിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ്, അതിനകത്ത് വരുന്ന ഇഷ്യൂസ്, then ഓരോ പ്രോസസ്സിംഗ്, then അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറാണ് ട്രൈ എന്ന് പറയുന്നത് മെമ്മറി വേസ്റ്റേജ് ക്രിയേറ്റ് ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സഫിക്സ് ട്രൈ. ഓക്കെ, താങ്ക് യു.